ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായി നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം മദ്രാസ് IITയുടെ ഒരു ചടങ്ങിൽ സംസാരിക്കവേ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് അജിത് ഡോവൽ അവിടെ പറഞ്ഞത്? അജിത് ഡോവൽ പറഞ്ഞതല്ല, ഒരു വെല്ലുവിളിയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ളവർ വലിയ രീതിയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാവ് അറിയപ്പെടുന്ന പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന് ഒരു പാകിസ്ഥാന്റെ സ്വരം തന്നെ ഉണ്ടല്ലോ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, ഇന്ത്യക്ക് എന്താണ് നഷ്ടം, ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര റഫേലുകൾ വീണു. ആ ചോദ്യങ്ങൾക്കുള്ള എല്ലാം കൃത്യമായ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഒരു നഷ്ടം പോലും സംഭവിച്ചില്ല. ഇന്ത്യ എന്താണോ ലക്ഷ്യമിട്ടത് അത് കൃത്യമായി തന്നെ നടപ്പിലാക്കി. ആദ്യം ഇന്ത്യ ലക്ഷ്യമിട്ടത് 9 ഭീകരവാദ കേന്ദ്രങ്ങളായിരുന്നു. അത് പൂർണ്ണമായി തന്നെ തകർക്കാൻ കഴിഞ്ഞു. പിന്നീട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയെ തിരിച്ചടിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോവുകയും അതിനുള്ള ശക്തമായ മറുപടി ഇന്ത്യ നൽകുമ്പോൾ 13 വ്യോമ താവളങ്ങളാണ് പൂർണ്ണമായി തകർത്തിരിക്കുന്നത്. അതിൽ ബ്രഹ്മോസ് അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ആക്രമിച്ചതായും അജിത് ഡോവൽ പറയുകയാണ്. അദ്ദേഹം അങ്ങനെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഈ ഞങ്ങളുടെ ആയുധങ്ങൾ ബ്രഹ്മോസും അതോടൊപ്പം തന്നെ ഈ റഫേലും അടക്കം ഉള്ള എല്ലാ വിമാനങ്ങളും തകർന്നു എന്ന് പറയുന്നവർ ഈ ലോകത്തുണ്ടല്ലോ, അത്തരം മാധ്യമങ്ങളുണ്ടല്ലോ. അവർ അങ്ങനെയാണെങ്കിൽ ചിത്രങ്ങൾ കൊണ്ടുവരട്ടെ, ഉപഗ്രഹ ചിത്രങ്ങൾ കൊണ്ടുവരട്ടെ, ഒരു ചിത്രമെങ്കിലും കൊണ്ടുവരൂ എന്നാണ് വെല്ലുവിളിക്കുന്നത് അദ്ദേഹം. പക്ഷേ ഇത് ഞാൻ ആദ്യം തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയാണ്. രാഹുൽ ഗാന്ധി എല്ലാ തവണയും ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ, ഇന്ത്യയുടെ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ഈ പാകിസ്ഥാൻ അനുകൂലമായി സംസാരിക്കുന്നതാണ് നാം കാണുന്നത്. പാകിസ്ഥാനും ചൈനയ്ക്കും അനുകൂലമായിട്ട് അദ്ദേഹം സ്ഥിരമായിട്ട്, നമുക്കറിയാം ഡോക്ലാമിലൊക്കെ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. അവിടെ എല്ലാം ഈ പറഞ്ഞതുപോലെ രാഹുൽ ചൈനയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നതാണ് നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയല്ല മാതൃരാജ്യം എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെ തെളിവ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പോൾ അജിത് ഡോവൽ അത് തിരികെ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇന്ത്യയുടെ വിമാനങ്ങൾ തകർന്നു എന്ന്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്ന രീതിയിലുള്ള എന്താണ് രാഹുൽ? ശരിയാണ്. കാരണം ഈ പാകിസ്ഥാനിലെ 13 വ്യോമ കേന്ദ്രങ്ങൾ നമ്മൾ നശിപ്പിച്ചപ്പോൾ, വ്യോമ താവളങ്ങൾ നശിപ്പിച്ചപ്പോൾ അതിന് മുമ്പും പിമ്പുമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇത് ഇങ്ങനെയൊക്കെയാണ് നശിപ്പിച്ചത് എന്നുള്ളത് തെളിവ് പുറത്തുവിട്ടു. പക്ഷേ തിരിച്ചതുപോലെ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു കേന്ദ്രം ആക്രമിച്ച് തകർത്തതായിട്ട് ഒരു ദൃശ്യം പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അവർ നശിപ്പിച്ചു എന്ന് പറയുന്ന ഉദ്ധംപൂരിലെ എയർ സ്റ്റേഷൻ, അവിടെ തൊട്ട് പിറ്റേ ദിവസം നരേന്ദ്രമോദി അവിടെ ചെന്ന് സൈനികരോടൊപ്പം സെൽഫി എടുക്കുകയും അവിടെ ആഹ്ലാദം പങ്കുവെക്കുകയും വിജയാഘോഷം നടത്തുകയും ചെയ്തു. എല്ലാവർക്കും മധുരം വിതരണം ചെയ്തു. ഇത് ലോകം മുഴുവനും കണ്ടു. അപ്പോഴും ലോകം ചോദിച്ച ചോദ്യം പാകിസ്ഥാനോട്, ഇത് നിങ്ങൾ തകർത്തു എന്ന് പറയുന്ന ഉദ്ധംപൂരിലെ വ്യോമ എയർബേസിലാണ് അവരുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈനികരും നിൽക്കുന്നത്. നിങ്ങൾ എവിടെ തകർത്തു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നായിരുന്നു ചോദ്യം. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാനെ മാത്രമല്ലല്ലോ, രാഹുൽ ഗാന്ധിക്കും ഇതൊരു അവസരമാണ്. കാരണം അദ്ദേഹം പറയുമ്പോൾ വിമാനങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെളിവ് കൊണ്ടുവരട്ടെ. അദ്ദേഹത്തിന് അവസരമുണ്ടല്ലോ. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുകയല്ലേ. ഏതോ ജനങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് തെറ്റുപറ്റിയ പറയാൻ കഴിയില്ല, അത് സഹായം കൊണ്ട് ജയിച്ചു. അങ്ങനെ തെറ്റുപറ്റിയെന്ന് പറയുകയാണെങ്കിൽ നാം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റായി പോകില്ല. കാരണം തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് നാം കാണുന്നുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നു ഈ തൃശ്ശൂറുകാർക്ക് തെറ്റുപറ്റിയെന്ന്. അതൊരിക്കലും നാം പറയാൻ പാടില്ല. ജനാധിപത്യത്തിന്റെ ഭാഗമായി ജയിപ്പിച്ചെടുക്കുക. പക്ഷെ ആ വിജയിപ്പിക്കുമ്പോൾ രാജ്യത്തിന് അനുകൂലമായി പ്രവർത്തിക്കാൻ കടമ, അതൊരു ഭരണഘടന പ്രകാരം അവരുടെ കടമയാണ്. പക്ഷെ ഈ എല്ലാ പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു പരിപാടിയാണ്, ഏർപ്പാടാണ് നിലവിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ ഉദ്ദേശിച്ച് തന്നെയാണ് മദ്രാസ് IITയിൽ അജിത് ഡോവലിന്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. പക്ഷേ തുടക്കം മുതൽ തന്നെ പല രാജ്യങ്ങൾക്കും അറിയാം, ഇന്ത്യ മൗനം പാലിക്കുമ്പോഴും ഫ്രാൻസിലെ പല സൈനിക ഉദ്യോഗസ്ഥര് പറയുകയാണല്ലോ, ഇത്തരം ചൈനയുടെ വ്യാജ പ്രചരണമാണ്, റഫേൽ അടക്കമുള്ള വിമാനങ്ങൾക്ക് ഒരു ചുക്കും പറ്റിയിട്ടില്ല, കൃത്യമായി തന്നെ എന്താണ് ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ മാർക്കറ്റ് തകർക്കാൻ വേണ്ടുന്ന തന്ത്രമാണ്. റഫേലിന്റെ മാർക്കറ്റ് തകർക്കാൻ വേണ്ടി ചൈന നിർമ്മിച്ച ഒരു ഉഡായിപ്പ് തന്ത്രം, ചൈന പയറ്റിയ ഒരു ഉഡായിപ്പ് തന്ത്രമാണത്. ചൈനയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവരുടെ ആയുധങ്ങൾ മുഴുവൻ പൊട്ടാതെ തറയിൽ വീഴുമ്പോൾ അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. അത് ചൈന നല്ല മികച്ച ആയുധങ്ങൾ നൽകി, പക്ഷെ അത് പാകിസ്ഥാൻ ഉപയോഗിക്കാൻ അറിയില്ല എന്ന രീതിയിലുള്ള പരാമർശം ഉണ്ടാകുന്നു. അല്ലാതെ പാകിസ്ഥാന് തെറ്റുപറ്റിയത് തന്നെയാണെന്ന് മറ്റൊരു ചൈനയിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വാങ്ങിച്ചു എന്നും
നമ്മൾ ഈ പണ്ട് പറയാറുണ്ടല്ലോ, കുന്നംകുളം മാർക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒരു കേന്ദ്രമാണ് എന്നിങ്ങനെ ആൾക്കാർ പരിഹസിച്ച് പറയാറുണ്ട്. അതുപോലെയാണ് ഈ ചൈന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. അത് സംശയിക്കാൻ മറ്റൊരു കാരണം, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ്റെ എല്ലാ ആയുധ കരാറും ചൈനയുമായിട്ടല്ല, അവർ പാകിസ്ഥാനെ അമേരിക്കയെ സമീപിക്കുകയാണ്, ജർമ്മനിയെ സമീപിക്കുകയാണ്, ആ രീതിയിലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് അവർ ചുവട് മാറ്റുകയാണ്. അപ്പോഴാണ് എല്ലാവർക്കും സംശയം, അങ്ങനെ ഇത് ചൈനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് എന്തുകൊണ്ടായിരിക്കും ജർമ്മനിയിലേക്ക് പോവുക? ലോകത്തെ ഏറ്റവും നമ്പർ 1 രാജ്യമായി അവർ അവകാശപ്പെടുന്നത്, ചൈന അവകാശപ്പെടുകയാണ് ആയുധ മേഖലയിലെല്ലാം ഞങ്ങൾ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ അമേരിക്കയെ അടിക്കും, ഇന്ത്യയെ അടിക്കും, അതോടൊപ്പം തന്നെ റഷ്യയുമായിട്ടും വേണമെങ്കിൽ ഞങ്ങൾക്ക് ആ രീതിയിൽ അങ്ങനെ വലിയതായി ഞങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടെന്ന് പറയുന്ന ഒരു രാജ്യവുമായി എന്തുകൊണ്ട് ഈ പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ആയുധ കരാറുകളിൽ എത്താൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നു എന്ന ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെയില്ല. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയുടെ ആകാശടക്കമുള്ള എല്ലാ തദ്ദേശീയമായി നിർമ്മിച്ച എല്ലാ ആയുധങ്ങൾക്കും നല്ല മാർക്കറ്റ് ലഭിക്കുമ്പോൾ, ആ മാർക്കറ്റ് മാത്രമല്ല, ഇപ്പം ഫ്രാൻസുമായി ബന്ധപ്പെട്ട് റഫേലിന് നല്ല വിപണനമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? റഷ്യയുമായി ബന്ധപ്പെട്ട S-400. ഇതിനു ശേഷം അല്ലെ എത്ര രാജ്യങ്ങളാണ് മാർക്കറ്റ്, അതിന്റെ ഒരു വിപണി മൂല്യം വർദ്ധിച്ചു. അതോടൊപ്പം തന്നെയാണ് ബ്രഹ്മോസ്. അതിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ബ്രഹ്മോസുമായി ബന്ധപ്പെട്ടാണ്. ഇതിന് പിന്നാലെ കുറഞ്ഞത് ഒരു 15 രാജ്യങ്ങളെങ്കിലും ഇത് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇന്ത്യക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അത് ആയുധ വിപണിയുമായി ബന്ധപ്പെട്ടായാലും ഇന്ത്യയുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാലും, പണ്ട് ഇസ്രയേലിൽ ആക്രമണം നടക്കുമ്പോൾ നാം ഇങ്ങനെ നോക്കിയിരിക്കും, ഇത്തരം മിസൈലുകൾ വരുമ്പോൾ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നത്. അങ്ങനെ ഒരു തകർക്കാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ടോ എന്ന് പലരും സംശയിക്കുന്ന ഘട്ടത്തിൽ ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഇസ്രയേലിനേക്കാൾ വളരെ വലിയൊരു രാജ്യമാണ്. ഇസ്രയേൽ ഉൾപ്പെടെ പരാജയപ്പെടുകയും റഷ്യ ഉൾപ്പെടെ ഈ S-400 ഉൾപ്പെടെ വെച്ച് പരാജയപ്പെടുന്ന ഘട്ടത്തിൽ ഇന്ത്യ അതേ വ്യോമ പ്രതിരോധ സംവിധാനം വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഇന്ത്യ ലോകത്തിന് മുന്നിൽ ആകെ ഒരു 2-3 ദിവസത്തെ യുദ്ധം കൊണ്ട് ഇന്ത്യയുടെ കരുത്ത് വർദ്ധിക്കുകയാണ് ചെയ്തത്. പക്ഷെ പടക്കം പൊട്ടിക്കലും ലഡുവിതരണവുമല്ല പാകിസ്ഥാനിൽ നടന്നതും അത് അല്ലെ ഈ ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു പ്രസ്താവന ഉണ്ടായിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതും തമാശ നിറഞ്ഞതുമാണ്. ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട്, ബ്രഹ്മോസിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത് വിപണി സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാന് നൽകുമോ എന്ന ചോദ്യം വരുമ്പോൾ അത് പാകിസ്ഥാൻ സൗജന്യമായി നൽകുമെന്ന് ബ്രഹ്മോസിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ ശിവദാണു പിള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് പണ്ട്. അതാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അദ്ദേഹത്തിനോട് ഈ അഭിമുഖം നടത്തുന്നയാൾ ചോദിക്കുന്നു, അല്ല അങ്ങ് ഇപ്പോൾ ബ്രഹ്മോസൊക്കെ വികസിപ്പിച്ചു, ഇത് പാകിസ്ഥാന് താങ്കൾ വിൽക്കുമോ, ഇന്ത്യ വിൽക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പാകിസ്ഥാന് ഞങ്ങളിത് വിൽക്കുകയല്ല, ഞങ്ങൾ വെറുതെ സൗജന്യമായിട്ട് കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. സൗജന്യ വിതരണം നാം കണ്ടത് ഈ ഓപ്പറേഷൻ പിന്നാലെയായിരുന്നു. അത് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ ആയുധങ്ങൾക്ക് പിന്നാലെ പോകുന്നത്. എങ്ങനെയെങ്കിലും പിടിച്ച് ജർമ്മനിയെ അമേരിക്കയൊക്കെ സമീപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ജർമ്മനിയാണ്. ജർമ്മനിയെ അവർ സമീപിച്ചത് ഈ ബ്രഹ്മോസുമായി ബന്ധപ്പെട്ടാണ്. കാരണം ബ്രഹ്മോസിനെ എങ്ങനെ തടയാമെന്നാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യമായിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ബ്രഹ്മോസിൽ നിന്നും പുതിയ പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് പോവുകയാണ്. സൂപ്പർസോണിക്കിൽ നിന്ന് ഹൈപ്പർസോണിക്കിലേക്ക് പോവുകയാണ്. അല്ല, അതാണ് ഇതിന്റെ തമാശ. ഇന്ത്യ ബ്രഹ്മോസ് അയച്ച് അത് വിജയിച്ചു കഴിഞ്ഞു. ഇന്ത്യ ബ്രഹ്മോസിന് മുകളിൽ ചിന്തിക്കുമ്പോൾ അവർ ഇപ്പോൾ ബ്രഹ്മോസിന് പുറകെ പോവുകയാണ്. ബ്രഹ്മോസിനേക്കാൾ പുതിയ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് ഇന്ത്യ പോകുമ്പോൾ ഇവർ ബ്രഹ്മോസിന്റെ പുറകെയാണ്. ഇനി മറ്റൊരു ആക്രമണം ഉണ്ടാകുമ്പോഴേ ബ്രഹ്മോസിന് ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ പുതിയ ആയുധങ്ങൾ വരും. അതെ.